ഇത് എന്റെ അച്ഛൻ അല്ല, അച്ഛന്റെ കാൽച്ചുവടുകൾ. അച്ഛൻ പെരിയാർ കടുവ സങ്കേതത്തിലാണ്. അവിടം അച്ഛന്റെ രണ്ടാം വീടെന്ന് തന്നെ പറയാം. അവസരം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ അവിടെ പോകും. അത് ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 30 ദിവസവും ചിലപ്പോ വർഷം മുഴുവനും ആകും. അച്ഛന്റെ വന്യജീവി സ്നേഹം അത്ര കണ്ട് രൂക്ഷമാണ്. ചുരുക്കം പറഞ്ഞ, ഞങ്ങൾ കുട്ടികൾക്ക് അച്ഛനെ കിട്ടാറേയില്ല. എന്നാലും പിന്നീട് അച്ഛൻ പറഞ്ഞു തരാറുള്ള കാട്ടിലെ കഥകൾക്കായി ഞങ്ങൾ ഉത്സാഹത്തോടെ കാതോർത്തിരിക്കാറുണ്ടായിരുന്നു. ഈ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാ പിന്നെ അച്ഛന്റെ കൂടെ കാട്ടി പോണോന്നും കാട്ടിലെ കൂട്ടുകാരെ കാണണമെന്നും ഒക്കെ ആർക്കാ തോന്നാത്തത്? ഞങ്ങൾ അച്ഛനെ ശല്യപ്പെടുത്തി തുടങ്ങി. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ രണ്ടാളും വീടിന്റെ ചുറ്റും പോയി ഒന്ന് നോക്കൂ. അവിടെ കാണുന്ന ജീവികളെയും അവയുടെ വൈചിത്ര്യങ്ങളെയും കണ്ടു പഠിക്കൂ. അത് കഴിഞ്ഞാവാം നമ്മുടെ വനയാത്ര. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ കഥയാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങൾ, ആഹ്ലാദങ്ങൾ, ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ജീവന്റെ കഥകൾ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളോടൊപ്പം വരൂ. ഞങ്ങളുടെ പ്രകൃതി നിരീക്ഷണ വിനോദങ്ങളിൽ നിങ്ങളും പങ്കുചേരൂ. സുദീപ്, ഒന്ന് ഓടി വാ. എന്തിനാ? ഞാൻ TV കാണുകയാ. അതെല്ലാം രസമുള്ള ഒരു കാര്യം കാണാനാ. ഇങ്ങോട്ട് വാ. ആ അണ്ണാൻ കൂടുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, എവിടെ ആയിരിക്കും എന്തോ ആ കൂട്. ചേച്ചി വാ, നമുക്ക് കണ്ടുപിടിക്കാം. ആ ജനാലയുടെ അടുത്തേക്കാണല്ലോ അവന്റെ ഓട്ടം. അവിടെ ആയിരിക്കും അവന്റെ കൂട്, അല്ലേ സുദീപ്? വീടിന്റെ ഒരു ജനാലപ്പടിയിൽ കൂടുകൂട്ടുന്ന ആ അണ്ണാരക്കണ്ണനെ ഞങ്ങൾ ദിവസവും നിരീക്ഷിക്കാൻ തുടങ്ങി. കൂട്ടിനുള്ളിൽ എന്തായിരിക്കും? ഞങ്ങളുടെ ക്ഷമ നശിച്ചു. ദേ നോക്കി, അതിനുള്ളിൽ ചെറിയ ഒരു അനക്കം. അയ്യോ, അണ്ണൻ കുഞ്ഞല്ലേ അത്? പക്ഷെ നമ്മുടെ ഈ ടോർച്ചിന്റെ പ്രകാശം അതിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഈ കുസൃതി കൊണ്ടാവണം അന്ന് വൈകുന്നേരം അമ്മ അണ്ണാരക്കണ്ണൻ കുഞ്ഞിനെ അവിടെ നിന്നും എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. എവിടെയായിരിക്കും അവനെ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? ഞങ്ങൾക്കതറിയാൻ തിടുക്കമായി. ഒരണ്ണാന് ഒന്നിൽ കൂടുതൽ കൂടുണ്ടാവും, അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഞങ്ങൾ തിരച്ചിൽ തുടങ്ങി. അവസാനം ഒരു കൂട് കണ്ടെത്തി. എവിടെയാണെന്നല്ലേ? പക്ഷേ അതും ശൂന്യം. വല്ല മരക്കൊമ്പിലുള്ള കൂട്ടിലുമായിരിക്കും അതിനെ കൊണ്ടുപോയി ഒളിപ്പിച്ചത്, തീർച്ച. അണ്ണാരക്കണ്ണന്മാരെയും നമ്മുടെ ചുറ്റുമുള്ള മറ്റു ജീവജാലങ്ങളെയും നിരീക്ഷിക്കാൻ എന്ത് രസാണെന്നോ. അവരുമായുള്ള ചങ്ങാത്തം വളരെ വിജ്ഞാനപ്രദമാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ വലിച്ചെറിയുന്ന പല ആഹാര പദാർത്ഥങ്ങളും അണ്ണാൻ കൂട്ടർക്ക് വലിയ ഇഷ്ടമാണ്. ദാ നോക്കൂ, ഒരു ദിവസം ഞങ്ങൾ ഒരു തേങ്ങാമുറി ഒരു മരക്കൊമ്പിൽ സ്ഥാപിക്കേണ്ട താമസം. അത് തിന്നാനായി ഒരു വിരുദൻ നിമിഷങ്ങൾക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു.
അവരുടെ കളി തമാശകളും ഞാണിന്മേൽ കളികളും എത്ര കണ്ടാലും മതിവരില്ല. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ സഹായത്തോടെ ഞങ്ങൾ അവർക്കായി ഒരു തീൻമേശ ഉണ്ടാക്കി. പക്ഷേ അത് അണ്ണാൻ കൂട്ടർക്ക് മാത്രമാണെന്ന് ആര് പറഞ്ഞു? ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. എന്താ ഇത്? പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായി ഒരു ബേർഡ് ബാത്ത് ഏതൊരു പൂന്തോട്ടത്തിലും ആവശ്യമാണെന്ന്. ആണോ? അപ്പോൾ ഇന്നത്തെ പ്രോജക്റ്റ് ഒരു ബേർഡ് ബാത്ത്. നമുക്ക് അച്ഛനോട് പറയാം. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു പൂച്ചട്ടി സംഘടിച്ച് അച്ഛൻ ഒരു ബേർഡ് ബാത്ത് റെഡിയാക്കി. വേറൊരെണ്ണം വീടിന്റെ പിൻവശത്തും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ധാരാളം പക്ഷികൾ അവിടേക്ക് വന്നു തുടങ്ങി. വേനൽക്കാലമായതിനാൽ എല്ലാവർക്കും നല്ല ദാഹമുണ്ടായിരുന്നിരിക്കണം. പേനക്കാക്ക, മൈന, മണ്ണാത്തിപ്പുള്ള്, ചിന്നക്കുട്ടുറുവൻ ഇവരൊക്കെ നിത്യവിരുന്നുകാർ. ഇതിനു പുറമെ ചില VIP-കളും. പ്രാപ്പിടിയൻ, ഉപ്പൻ, നാട്ടുമരംകൊത്തി, ഒരിക്കൽ ഒരു ചക്കിപ്പരുന്ത് വരെ. ദാഹം മാറ്റാൻ മാത്രല്ല, തൂവലുകൾ വൃത്തിയാക്കി മിനുക്കി വെക്കാനും അവർക്ക് വെള്ളം അത്യാവശ്യമാണല്ലോ. ഒരു ദിവസം ഞങ്ങൾ ഉറക്കം ഉണർന്നത് ചിന്നക്കുട്ടുറുവന്റെ കുട്രു കുട്രു എന്ന ശബ്ദം കേട്ടായിരുന്നു. വെളിയിലേക്ക് നോക്കിയപ്പോ ഒരാൺകിളിയും ഇണയും. ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ അവ കൂടുകൂട്ടുവോ എന്തോ. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയായി. അധികം താമസിയാതെ വീട്ടുമുറ്റത്തെ ബേർഡ് ചെറി മരത്തിന്റെ ഉണക്കക്കൊമ്പിൽ അതിലൊരെണ്ണം ആഞ്ഞു കൊത്തുന്നത് സുദീപ് കണ്ടുപിടിച്ചു. അത് കൂടുണ്ടാക്കുകയായിരുന്നു. ഇണയും കൂടെ തന്നെ ഉണ്ട്. സന്തോഷം കൊണ്ട് ഞങ്ങൾ തുള്ളിച്ചാടി. പ്രഗത്ഭനായ ഒരു കൊത്തുപണിക്കാരനെ പോലെ അവൻ ആഞ്ഞാഞ്ഞ് കൊമ്പിൽ കൊത്തിക്കൊണ്ടേയിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്താ കാരണമെന്നറിയില്ല, അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു. നമ്മുടെ വീട്ടുവളപ്പിൽ വിരുന്നു വരാറുള്ള പക്ഷികളിൽ ഏറ്റവും നല്ല പാട്ടുകാരാണ് മണ്ണാത്തിപ്പുള്ളുകൾ. 2-3 ഞങ്ങളുടെ പൂന്തോട്ടത്തിലും ബേർഡ് ബാത്തിലും വന്നു പോകാറുണ്ടായിരുന്നു. അവർക്ക് കൂടുകൂട്ടാനായി അച്ഛന്റെ സഹായത്തോടെ ഞങ്ങൾ 2 സംവിധാനങ്ങൾ ഒരുക്കി. ചുരയ്ക്ക ചെടിയുടെ വലിയ ഒരു കായും ഒരു മൺകലവും. പൊതുവെ പൊത്തുകളിലാണ് ഈ പക്ഷികൾ കൂടുകൂട്ടാറുള്ളത്. അധികം വൈകാതെ തന്നെ ഒരു ജോഡി മണ്ണാത്തിപ്പുള്ളുകൾ മാവിൻ കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന കായയെ ചുറ്റിപ്പറ്റി പറക്കുന്നത് കണ്ടു. ഒന്നിനു പുറകെ ഒന്നായി ആണും പെണ്ണും അതിനുള്ളിൽ കയറി. ഉള്ളിലെ സൗകര്യങ്ങൾ പരിശോധിക്കാനായിരിക്കും. വീണ്ടും നിർഭാഗ്യം. അല്ലാതെ എന്തു പറയാൻ. പ്രതീക്ഷിക്കാതെ പെയ്ത മഴയിൽ ആ കായ നനഞ്ഞു കുതിർന്നു. പിന്നീട് ഒരിക്കലും ആ മണ്ണാത്തിപ്പുള്ളുകളെ അവിടെ എങ്ങും തന്നെ കണ്ടില്ല.